നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ജൂലൈ 3 കത്തോലിക്ക സഭയ്ക്ക്, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്ക് മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ആഘോഷ ദിവസമാണ് ജൂലൈ 3. അതായത് മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വ ദിനം. അന്ന് സീറോ മലബാർ സഭയുടെ പൈതൃക ദിനമായിട്ടാണ് സഭ ആചരിക്കുന്നത്. എന്നാൽ ഈ വർഷം സോഷ്യൽ മീഡിയയിൽ ഉടനീളം കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ജൂലൈ 3 പറ്റി വളരെ നാടകീയ രീതിയിലുള്ള പോസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് സഭാവിരുദ്ധരും സഭാവിശ്വാസികളും അവരുടെ കഴിവിനൊത്തുള്ള പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സഭാവിരുദ്ധരായിട്ടുള്ള എറണാകുളം വിമതരുടെ ഒരു പ്രത്യേക പോസ്റ്റിൽ പറയുന്നത്, കത്തോലിക്ക സഭയിലെ 140 കോടി ജനങ്ങളിൽ 99% അധികം ആളുകൾ മാർപ്പാപ്പ അർപ്പിക്കുന്ന ജനാഭിമുഖ കുർബാനയാണ് ചെല്ലുന്നത്. 1% ആളുകളാണ് ഭിത്തി കുർബാന, അതായത് പൗരസ്ത്യ സുറിയാനി സഭയായ സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണത്തെയാണ് ഈ വിമതർ ഭിത്തി കുർബാന എന്ന രീതിയിൽ അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ 1% ആളുകൾ ഭിത്തി കുർബാന അർപ്പിക്കുന്നു എന്നാണ്. എന്നാൽ നമ്മൾക്ക് കിട്ടുന്ന കണക്കനുസരിച്ച് 140 കോടി കത്തോലിക്കരുള്ള ഈ ലോകത്ത് 95% ആളുകൾ ജനാഭിമുഖ രീതിയിലും 5% ആളുകൾ ആദ ഓറിയന്റം രീതിയിലുമാണ് ബലിയർപ്പിക്കുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആഗോള കത്തോലിക്കരില് വെറും 1.5% മാത്രമേ ഉള്ളൂ പൗരസ്ത്യ കത്തോലിക്ക സഭ, അതായത് സീറോ മലബാർ സഭ ഉൾപ്പെടെയുള്ള 23 പൗരസ്ത്യ സഭകൾ 1.5%-നും 2%-നും ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി 98%-ഓളം ലത്തീൻ സഭയാണ് ആഗോള കത്തോലിക്ക സഭയില്. ഇവിടെ 5% ആളുകൾ കത്തോലിക്ക സഭയിൽ ആദ ഓറിയന്റം രീതിയിൽ ബലി അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ 2% പൗരസ്ത്യ സഭകൾ കഴിഞ്ഞിട്ട് 3%-ഓളം ആളുകൾ ലത്തീൻ സഭയിൽ പോലും ആദ ഓറിയന്റം, അതായത് എറണാകുളം വിമതയുടെ ഭാഷയിലാണെങ്കിൽ ഭിത്തി കുർബാന അർപ്പിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന സത്യമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ നമ്മൾ കേൾക്കേണ്ട കാര്യം, എറണാകുളം വിമതർ പറയുന്നത് മാർപ്പാപ്പ അർപ്പിക്കുന്ന ബലിയർപ്പണമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതാണ് ഞങ്ങളുടെ പൈതൃകമെന്നാണ്. മാർപ്പാപ്പ പോലും പൗരസ്ത്യ സഭകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആദോറിയന്റമാണ് അർപ്പിക്കുന്നത് എന്നുള്ള നഗ്ന സത്യത്തെ മൂടിപ്പൊതിഞ്ഞു വെച്ച് നുണകൾ മാത്രം പടച്ചു വിടുന്ന എറണാകുളം വിമതർക്ക് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പോലും മാർപ്പാപ്പ ആദോറിയന്റം, അതായത് എറണാകുളത്തുകാരുടെ ഭാഷയിൽ, വിമതരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭിത്തി കുർബാന അർപ്പിക്കുന്നു എന്നുള്ള സത്യവും കത്തോലിക്ക സഭ അംഗീകരിക്കുമ്പോൾ, വെറും 10,000-ഓ 15,000-ഓ വരുന്ന സീറോ മലബാർ സഭയിലെ വിമതർ അത് അംഗീകരിക്കാൻ മടിക്കുന്നു എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ദിവസങ്ങളിലെ സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ ജൂലൈ 3 ഞങ്ങൾ അവിടെ കാണും എന്ന് എറണാകുളത്തെ പ്രമുഖ വിമത നേതാക്കന്മാരായ ഷൈജുവും റിജുവും സോഷ്യൽ മീഡിയ വഴി പരസ്യ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ ഒരൊറ്റ ചോദ്യം വിശ്വാസികൾക്ക് അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഈ ജൂലൈ 3 ആദ്യമായിട്ടാണോ എറണാകുളത്ത് കിട്ടുന്നത്? ഇതിനു മുമ്പ് ജൂലൈ 3 എന്നുള്ള കാര്യം ഇല്ലായിരുന്നോ? ഇതിനു മുമ്പ് മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖറാന തിരുനാൾ ആഘോഷിക്കുന്നില്ലായിരുന്നോ വിമതരെ? അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സീറോ മലബാർ വിശ്വാസികൾ അല്ലല്ലോ. കാരണം വത്തിക്കാനും മാർപ്പാപ്പയും പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകുക, പൗരസ്ത്യ സഭകൾ അവരുടെ ആരാധന ക്രമത്തിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ പൗരസ്ത്യ സഭയായ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം ആദ ഓറിയന്റമാണ്, അൾത്താര അഭിമുഖ കുർബാനയാണ്. അതിലേക്ക് വരാത്തിടത്തോളം കാലം നിങ്ങൾക്ക് എന്ത് ജൂലൈ 3 എന്നാണ് വിശ്വാസികൾ നിങ്ങളോട് ചോദിക്കുന്നത്.
എറണാകുളത്തെ വിമത ലോഹ തൊഴിലാളികളും വിമത കൂട്ടരും അധിക്ഷേപിക്കുന്ന ആദോറിയന്തം എന്ന സീറോ മലബാർ സഭയുടെ തനത് ബലിയർപ്പണത്തെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് ഫാദർ ജോർജ് നെല്ലിശ്ശേരി. വളരെ വിശുദ്ധനായ ഒരു പുരോഹിതനായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി. അദ്ദേഹം എറണാകുളത്ത് ഏകീകൃത ബലിയർപ്പണം, അതായത് സീറോ മലബാർ സഭയുടെ പരിശുദ്ധ സിനഡ് അംഗീകരിച്ചതും മാർപ്പാപ്പ അംഗീകരിച്ച് പൗരസ്ത്യ തിരുസംഘം തിട്ടൂരം ചാർത്തിയ സീറോ മലബാർ സഭയുടെ തനത് കുർബാനക്രമമായ ഏകീകൃത ബലിയർപ്പണം എറണാകുളം രൂപതയിലും നടപ്പിൽ വരുത്തുവാൻ, ഇത് പ്രത്യേകം എടുത്തു പറയുവാൻ കാരണം സീറോ മലബാർ സഭയിലെ 34 രൂപതകളിലും ഒരേ രീതിയിൽ ഏകീകൃത ബലിയർപ്പണം നടക്കുമ്പോൾ എറണാകുളത്ത് മാത്രം ഞങ്ങൾ അത് അംഗീകരിക്കത്തില്ല, ഇത് ഞങ്ങളുടെ കുർബാനയല്ല എന്നർത്ഥത്തിൽ സഭാവിരുദ്ധരായ, സഭയുടെ ശത്രുക്കളായ സഭാവിരുദ്ധർ ഏകീകൃത ബലിയർപ്പണത്തിനെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, അതിനനുകൂലമായി നിൽക്കുന്ന വൈദികരെ ഭീഷണിപ്പെടുത്തുമ്പോൾ, അവരെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, ശാരീരികമായി അവരെ പീഡിപ്പിക്കുമ്പോൾ, അതിനൊക്കെ എതിരായിട്ട് കർത്താവിന്റെ മുൻപിൽ നീതിമാനായി ജീവിച്ച സീറോ മലബാർ സഭയുടെ സിനഡ് തന്നെ അംഗീകരിച്ച, എന്നാൽ ഇപ്പോൾ മെത്രാന്മാർ പോലും കൈയൊഴിഞ്ഞ ഏകീകൃത ബലിയർപ്പണത്തിന് വേണ്ടി സ്വജീവൻ ത്യജിച്ച ഫാദർ ജോർജ് നെല്ലിശ്ശേരിയെ ഇവിടെ സ്നേഹപുരസ്സരം ഓർക്കുവാൻ വോയിസ് ഓഫ് ട്രൂത്ത് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന് ആദരാജ്ഞകൾ അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹത്തിനോടൊപ്പം സീറോ മലബാർ സഭയുടെ ആരാധനക്രമത്തെ പറ്റി ഞങ്ങൾ നടത്തിയ ഒരു അഭിമുഖം നേരത്തെ വോയിസ് ഓഫ് ട്രൂത്ത് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. അവിടെയും അദ്ദേഹം ശക്തമായിട്ട് സഭയോടൊപ്പം നിന്ന വൈദികനാണ്. നമ്മളിവിടെ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ സീറോ മലബാർ സഭയുടെ സഭാവിരുദ്ധരായിട്ടുള്ള, എന്നാൽ സഭയുടെ ചില കീ പോസ്റ്റുകളിൽ കയറിക്കൂടിയ സഭാവിരുദ്ധരായിട്ടുള്ള, സഭാ ശത്രുക്കളായിട്ടുള്ള എറണാകുളം വിമതർ സോഷ്യൽ മീഡിയ വഴി പ്രചാരണം നടത്തുന്ന ഒരു കാര്യമാണ് ഫാദർ വർഗീസ് മണവാളന് എതിരായിട്ടുള്ള നടപടികൾ പൂർണ്ണമായിട്ടും വത്തിക്കാൻ പിൻവലിച്ചു, വത്തിക്കാൻ റദ്ദാക്കി എന്ന്. അങ്ങനെ പറയുന്നവരോട്, ഈ നേതാക്കന്മാരോട്, എറണാകുളത്തെ വിമതരോട് ഒരു ചോദ്യം ചോദിക്കുവാൻ ഉള്ളത് വിശ്വാസികൾക്കുള്ള ചോദ്യമാണ്. അതിന്റെ കോപ്പി ഒന്ന് കാണിക്കാമോ വിമതരെ? വത്തിക്കാനിൽ നിന്നിറങ്ങിയ ഓർഡർ ഒന്ന് കാണിക്കാമോ? എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ഫാദർ വർഗീസ് മണവാളനെതിരായിട്ടുള്ള എല്ലാ നടപടികളും റദ്ദാക്കി എന്ന് വത്തിക്കാൻ ആ ഓർഡറിൽ എഴുതിയിട്ടുണ്ടോ? ആ ഉത്തരവിൽ എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കി വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ പണി അവസാനിപ്പിക്കൂ. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ അതിബുദ്ധിമാന്മാരോ അല്ലെങ്കിൽ കൂടുതൽ പാണ്ഡിത്യമുള്ളവരോ അല്ല. നിങ്ങളെക്കാൾ ബുദ്ധിമാന്മാരും സഭാസ്നേഹികളുമായിട്ടുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഉള്ള സ്ഥലമാണ് എറണാകുളം അതിരൂപത. ഇവിടെ വർഗീസ് മണവാളനെ എറണാകുളം ബസലിക്കയിൽ നിന്ന് നീക്കിയ നടപടിയാണ് വത്തിക്കാൻ റദ്ദാക്കിയത്. അല്ലാതെ വർഗീസ് മണവാളിനെതിരായിട്ടുള്ള എല്ലാ നടപടികളും റദ്ദാക്കി എന്നുണ്ടെങ്കിൽ അതിന് തെളിവ് നിങ്ങൾ ഹാജരാക്കണം. ഇല്ലെങ്കിൽ സിനഡോ സീറോ മലബാർ സഭയുടെ മെത്രാന്മാരോ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കണം. ഇതുവരെയും അങ്ങനൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്നാൽ ദിവസവും 2-3 ക്യാപ്സ്യൂളായി ഷൈജു ആന്റണിയും റിജു കാഞ്ഞുകാരനും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് വഴി ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ ഇഷ്ടം. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ അവനവന്റെ അഭിപ്രായങ്ങൾ എഴുതുവാനുള്ള, പറയുവാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇവിടെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത്തരം നടപടികൾ, പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് മാത്രമേ എറണാകുളം വിമതരോട് പറയുവാനുള്ളൂ. എന്താണ് വത്തിക്കാൻ ഇറക്കിയ ഉത്തരവ്? ആ ഉത്തരവിന്റെ കോപ്പികൾ നിങ്ങൾ എന്തുകൊണ്ട് ഹാജരാക്കുന്നില്ല? പത്രത്തിൽ വന്ന ഒരു പത്രക്കട്ടിംഗ് ആണോ നിങ്ങൾക്ക് ആധാരം? അതിൽ ഫാദർ വർഗീസ് മണവാളിന് എതിരായിട്ടുള്ള സ്ഥലം മാറ്റ ഉത്തരവാണ് റദ്ദാക്കിയിരിക്കുന്നത് എന്നാണ് പത്രക്കട്ടിങ്ങൾ പറയുന്നത്. എന്നാൽ നിങ്ങൾ പടച്ചുവിടുന്നത് ഫാദർ വർഗീസ് മണവാളിന് എതിരായിട്ടുള്ള എല്ലാ നടപടികളും അവസാനിപ്പിച്ചു,
മോൺസിഞ്ഞോർ നരികുളത്തിന് എതിരായിട്ടുള്ള എല്ലാ നടപടികളും അവസാനിപ്പിച്ചു. അതിലും ഒരു പടി കടന്ന് ഷൈജുവാനിയുടെ പോസ്റ്റാണ്. മോൺസിഞ്ഞോർ ആന്റണി നരികുളമായിരിക്കാം അടുത്ത ബസിലിക്ക വികാരി എന്നുവരെ ഇത്തരം സഭാശക്തകൾ എഴുതി വിടുമ്പോൾ വിശ്വാസികൾ ഇത്തരം നുണപ്രചരണങ്ങളിൽ പെടുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഇത്തരം നുണയന്മാരെ മാറ്റി നിർത്തുവാൻ എറണാകുളത്തെ വിശ്വാസികൾ തയ്യാറാകണം. സഭയെ തകർക്കുന്ന ഇത്തരം പാഷാണങ്ങളെ മാറ്റി നിർത്തുവാൻ എറണാകുളത്തെ വിശ്വാസികൾ തയ്യാറാകണം. ശരിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നിവരോട് ചോദിക്കേണ്ടി വരും. കാരണം സോഷ്യൽ മീഡിയയിലുടനീളം ഫാദർ ആന്റണി നരികുളം മോൺസിഞ്ഞോർ നരികുളത്തിനെ അടുത്ത വികാരിയാക്കുന്നു. ഫാദർ വർഗീസ് മണവാളനെതിരായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കുന്നു, റദ്ദാക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ആരാണെന്ന് അറിയാമോ? വത്തിക്കാൻ. അപ്പോൾ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാർപ്പാപ്പയെയും വത്തിക്കാനെയും ഇവർ ഇടനിലക്കാരാക്കുകയാണ്. ഇവർ പറഞ്ഞു വെക്കുന്നത് എറണാകുളത്തെ ഫാദർ വർഗീസ് മണവാളന്റെയോ അല്ലെങ്കിൽ ആന്റണി നരികുളത്തിന്റെയോ ഇവരുടെയൊക്കെ ട്രാൻസ്ഫറിന് അല്ലെങ്കിൽ ഇവരുടെ മാറ്റങ്ങൾക്ക് പിന്നിൽ ചരട് വലിച്ചത്, ഗൂഢാലോചന നടത്തിയത്, മാർപ്പാപ്പയെയും വത്തിക്കാനെയും ഇരുട്ടിൽ നിർത്തിയതൊക്കെ മാർ ആൻഡ്രൂസ് താഴത്തും മാർ ജോർജ് ആലഞ്ചേരിയും കർദിനാൾ സാന്ദ്രിയുമാണെന്നൊക്കെയാണ്. ഇവിടെ കർദിനാൾ സാന്ദ്രി എന്ന് പറയുന്നത് പൗരസ്ത്യ തിരുസംഘത്തിന്റെ തലവനാണ്. അവർ എടുത്ത തീരുമാനം വത്തിക്കാൻ കോടതി റദ്ദാക്കി എന്ന് പറയുമ്പോൾ ഇവരൊന്നും കത്തോലിക്ക സഭയുടെ ഭാഗമല്ലേ എന്ന് വിശ്വാസികൾ ഇത്തരം കപടബുദ്ധിക്കാരോട് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഇവർക്കുണ്ടാവുകയില്ല. കാരണം വത്തിക്കാൻ എടുത്ത ഒരു നടപടിയിൽ നിന്നും വത്തിക്കാൻ ഇതുവരെയും പിൻപോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം സീറോ മലബാർ സഭയിൽ ജനാഭിമുഖ കുർബാനയല്ല, ആദോറിയന്റമാണ് അവരുടെ പൈതൃക ബലിയർപ്പണമെന്നും അതിന് വിപരീതമായിട്ടാണെങ്കിൽ പോലും പൈതൃക കുർബാനയിൽ വെള്ളം ചേർത്ത 50-50 ഫോർമുലയ്ക്ക് പോലും സഭയുടെ ഒത്തൊരുമയ്ക്ക് വേണ്ടിയാണ് വത്തിക്കാൻ അംഗീകാരം നൽകിയത്. അതിന് പുറകോട്ട് വത്തിക്കാൻ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ള സത്യമാണ് കത്തോലിക്ക വിശ്വാസികൾ, പ്രത്യേകിച്ച് സീറോ മലബാർ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ എറണാകുളത്തെ വിമതർ കാട്ടിക്കൂട്ടുന്ന ഇത്തരം ജൽപ്പനങ്ങൾക്കെതിരായിട്ട് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പോ എറണാകുളം രൂപത അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന മാർ പാംപ്ലാനിയോ അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ സിനഡോ പോലും മുൻപോട്ട് വന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. ഇതിന് പുറകിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് പോലും വിശ്വാസികൾ ഇപ്പോൾ സംശയിക്കുന്നു. കാരണം എറണാകുളത്തെ വിമതരോടൊപ്പം നിൽക്കുവാൻ എറണാകുളത്തെ സഭാ നേതൃത്വം തയ്യാറാകുമ്പോൾ അതിന്റെ തലപ്പത്തിരിക്കുന്ന മാർ ജോസഫ് പാംപ്ലാനി തന്റെ സ്വന്തം രൂപതയായ തലശ്ശേരി രൂപതയിൽ പൂർണ്ണമായിട്ടും ഏകീകൃത ബലിയർപ്പണമാണ് നടത്തുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ എന്തൊരു വിരോധാഭാസമാണ്. തന്റെ സ്വന്തം രൂപതയിൽ സഭയുടെ ബലിയർപ്പണവും താൻ ചാർജ് വഹിക്കുന്ന രൂപതയിൽ പൈശാചിക ബലിയർപ്പണവും നടത്തുന്ന മാർ ജോസഫ് പാംപ്ലാനി പിതാവിനോട് ചോദിക്കുവാനുള്ളത്, എന്താണ് പിതാവേ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ശരിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് കർത്താവിൽ വിശ്വാസമുണ്ടോ? ശരിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിശുദ്ധ ബലിയർപ്പണത്തിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾ ശരിക്കും ഈശ്വര വിശ്വാസിയാണോ? കാരണം നിങ്ങളുടെ സ്വന്തം രൂപതയിൽ ഒരു രീതിയും മറ്റൊരു രൂപതയിൽ വേറെ രീതിയും നടപ്പാക്കുമ്പോൾ ഇതെങ്ങനെ ഏകീകൃതമാകും? പാംപ്ലാനി പിതാവേ, മറ്റുള്ള മെത്രാന്മാരോടും ചോദിക്കുവാനുള്ളത്, നിങ്ങൾക്ക് തമ്മിൽ ഒരു ഏകീകൃതമില്ല, നിങ്ങൾക്ക് തമ്മിൽ ഒരു ഒത്തൊരുമയില്ല, പല രൂപതയിൽ പല രീതിയിൽ, പിന്നെന്തിനായിരുന്നു ഈ ഏകീകൃതം? ഈ ഒരു കാര്യത്തിൽ എറണാകുളം വിമതരോടൊപ്പം നിൽക്കുവാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അവര് ചോദിക്കുന്നത് പണ്ട് നടന്നതുപോലെ അങ്ങ് നടന്നാ പോരായിരുന്നു എന്നാണ്. ശരിക്കും അതല്ലേ ഇപ്പോൾ ഞങ്ങളും ചിന്തിക്കേണ്ടത്. കാരണം നിങ്ങൾ ഏകീകൃതം എന്ന് പറയുമ്പോൾ പല രൂപതയിലും പല രീതിയിലാണ് എന്നുള്ളതാണ് നഗ്ന സത്യം. എറണാകുളത്ത് ഒരു രീതിയിൽ, മറ്റു രൂപതകളിൽ വേറെ രീതിയിൽ, ഡൽഹിയിൽ ഫരീദാബാദ് രൂപതയിലാണ് എപ്പോഴും പൂർണ്ണമായിട്ടും ഏകീകൃത ബലിയർപ്പണമാണ് നടക്കുന്നത് എന്ന് രൂപതാധ്യക്ഷൻ
വീണ്ടും വീണ്ടും പറയുമ്പോഴും അവിടുത്തെ ദേവാലയങ്ങളിൽ പൂർണ്ണമായ ഏകീകൃത ബലിയർപ്പണമാണോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇവിടെ പരിശുദ്ധ ബലിയർപ്പണത്തിനിടയ്ക്കുള്ള ഉത്ഥാന ഗീതം, അതായത് സർവാധിപനാം കർത്താവേ എന്ന പ്രാർത്ഥനാ ഗീത സമയത്ത് മറ്റെല്ലാ രൂപതകളിലും അൾത്താരയിലേക്ക് തിരിഞ്ഞ് വൈദികൻ ജനങ്ങളോടൊപ്പം കർത്താവിനെ കുമ്പിടുമ്പോൾ ഇവിടെയുള്ള വൈദികർ ജനങ്ങളെ നോക്കി മിഴുക്കസ്യ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ലേ എന്ന ഭാവത്തിൽ വൈദികൻ വെറുതെ ജനങ്ങളെ നോക്കി നിൽക്കുന്ന വളരെ ദയനീയമായ സ്ഥിതിയാണ് ഡൽഹി ഫരീദാബാദ് രൂപതയിലുള്ളത്. പല പ്രാവശ്യം രൂപത അധ്യക്ഷനോട് ഈ ഒരു കാര്യമെങ്കിലും തിരുത്തണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് സിനഡ് എന്നോട് പറയട്ടെ, ഞാൻ ചെയ്യാമെന്നാണ്. അപ്പോൾ സിനഡിനോടൊരു കാര്യം ചോദിക്കുവാനുള്ളത്, സിനഡ് നിങ്ങൾക്ക് എന്താണ് ബലിയർപ്പണത്തെ പറ്റിയുള്ള അഭിപ്രായം? നിങ്ങൾക്കും ശരിക്ക് ഈശ്വര വിശ്വാസമില്ലേ? ദൈവത്തിൽ വിശ്വാസമില്ലേ? കർത്താവ് തന്നെയാണ് ദൈവമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവൻ തന്നെ നൽകിയതാണ് ഈ പരിശുദ്ധ കുർബാനയെന്ന് നിങ്ങളിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? മാർത്തോമാ ശ്ലീഹ കേരളത്തിൽ വന്നുവെന്നും അവന്റെ പൈതൃകമാണ് സീറോ മലബാർ സഭയെന്നും മെത്രാന്മാരെ നിങ്ങളിൽ ആർക്കെങ്കിലും ശരിക്ക് വിശ്വാസമുണ്ടോ? അതോ പണപ്പിരിവും പള്ളി നിർമ്മാണവും മാത്രമാണോ നിങ്ങളുടെ കാര്യമെന്ന് വിശ്വാസികൾ ഓരോ മെത്രാനോടും ചോദിക്കുകയാ. സീറോ മലബാർ സഭയിലെ സിനഡിലെ ഓരോ മെത്രാന്മാരുമാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. നിങ്ങൾ സിനഡ് കൂടുമ്പോൾ അവിടെ 1-2 മെത്രാന്മാർ ഒഴിച്ചിട്ട് ഞങ്ങൾ പേരെടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിൽ ഒരു മെത്രാൻ ഇവർക്കെതിരെ ശബ്ദിച്ചപ്പോൾ അല്ലെങ്കിൽ ഇവരോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ ഒടിച്ചു മടക്കി മൂലക്കിരുത്തിയ ആളുകളാണ് ഇന്നത്തെ സിനഡിലുള്ളത്. അദ്ദേഹത്തെ ന്യായമായി കിട്ടേണ്ട പ്രമോഷൻ പോലും തടഞ്ഞു വെച്ച മെത്രാന്മാർ ശരിക്കും നിങ്ങൾക്ക് ഈശ്വര വിശ്വാസമുണ്ടോ? കർത്താവിൽ വിശ്വാസമുണ്ടോ? പരിശുദ്ധ ബലിയർപ്പണത്തിൽ വിശ്വാസമുണ്ടോ എന്ന് ഓരോ വിശ്വാസിയും സിനഡിനോട് ചോദിക്കുമ്പോൾ പിന്നെ എന്ത് മാർ ജോസഫ് പാംബ്ലാനി, പിന്നെ എന്ത് മാർ തട്ടിൽ, കാര്യം ഇവരൊക്കെയല്ലേ നേതാക്കന്മാർ? ഇവര് ശരിയാകാതെ എറണാകുളത്തെ വിമതരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം? എറണാകുളത്തെ വിമതർ വീണ്ടും വീണ്ടും പറയുന്നത് ജനാഭിമുഖ കുർബാന മാർപ്പാപ്പ ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ഞങ്ങളുടെ അവകാശമാണ് എന്നുള്ളതാണ്. ഇതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ കേരളത്തിലെ സീറോ മലബാർ വിശ്വാസികൾ എല്ലാവരും നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ജനാഭിമുഖ കുർബാനയ്ക്ക് തയ്യാറാണ് എന്നാണ് വിശ്വാസികൾ പറയുന്നത്, എറണാകുളത്തെ വിശ്വാസികൾ പറയുന്നത്. കാരണം നുണകൾ പടച്ചു വിടുമ്പോൾ അതിൽ 1% പോലും സത്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ സ്വന്തമായിട്ട് സ്വന്തം ആത്മാവിനോട് ചോദിക്കണം, നിങ്ങൾ ചെയ്യുന്ന ഈ മാരക പാപത്തിന് നിങ്ങൾക്കുള്ള ശിക്ഷ എന്താണെന്ന്. കാരണം വീണ്ടും ഞങ്ങൾ പറയുന്നു, എറണാകുളത്തെ വിമത വിശ്വാസികളെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുമ്പോൾ അവിടുത്തെ വിമത വൈദികരാണ് ശാപത്തിന്റെ അടയാളമായ, ദൈവകോപത്തിന്റെ അടയാളമായ ഏറ്റവും വലിയ കുറ്റവാളികൾ. അവരെ പിന്താങ്ങുന്ന എറണാകുളത്ത് തന്നെയുള്ള സഭാ തലവന്മാരും സീറോ മലബാർ സഭയുടെ സിനഡിലെ മെത്രാന്മാരും ഒന്നുകൂടി ആലോചിക്കുക. നിങ്ങൾ നിങ്ങളുടെ രാജ്യങ്ങളിൽ മാത്രം ഞങ്ങളുടെ രാജ്യം വരണം, ഞങ്ങളുടെ രൂപതയിൽ പ്രശ്നമില്ലല്ലോ എന്ന് പറയുമ്പോൾ കൂട്ടുത്തരവാദിത്തം നിങ്ങൾക്കില്ലേ മെത്രാന്മാരെ? നിങ്ങളെ തിരുത്താൻ ശ്രമിക്കുന്ന ചുരുക്കം ചില മെത്രാന്മാരെ ഓടിച്ചു മടക്കി മൂലക്കിട്ട് അവർക്ക് മുൻപോട്ട് കിട്ടാനുള്ള സ്ഥാനലബ്ധി പോലും കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പൈശാചിക ചിന്തകളാണ്. അത് നിങ്ങൾ മാറ്റൂ. ഈ വരുന്ന ജൂലൈ 3 മാർത്തോമാ ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ദുഃഖറാനെ ആഘോഷിക്കുമ്പോൾ പശ്ചാത്തപിക്കൂ. പശ്ചാത്തപിച്ച് കർത്താവിലേക്ക് തിരിച്ചു വരൂ. എറണാകുളം അതിരൂപതയിൽ ദുഃഖറാന തിരുനാൾ ദിവസം സീറോ മലബാർ സഭയിലെ എല്ലാ മെത്രാന്മാരും ഒത്തുചേർന്നുകൊണ്ട് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ ചെന്ന് ഏകീകൃത ബലിയർപ്പണം അർപ്പിച്ചുകൊണ്ട് സഭയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ സിനഡിലെ മെത്രാന്മാരോട് വളരെ സ്നേഹപുരസ്സരം ബഹുമാന പുരസ്സരം ആവശ്യപ്പെടുവാൻ വോയിസ് ഓഫ് ട്രൂത്തും സീറോ മലബാർ സഭയിലെ സഭാ വിശ്വാസികളും ആഗ്രഹിക്കുകയാ. നിങ്ങൾ അങ്ങനെയെങ്കിലും ഒരു നന്മ നിങ്ങൾ ചെയ്യൂ. അങ്ങനെ എറണാകുളം രൂപതയിലെ വിശ്വാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്
സീറോ മലബാർ സഭ ഒന്നാകെ ഒരുമിച്ച് നിൽക്കുവാൻ, അത് വിമതരായാലും സഭാവിശ്വാസികളായാലും ഒന്നിച്ച് മുന്നേറുവാൻ, മാർപ്പാപ്പയുടെ ഇഷ്ടം നിറവേറ്റുവാൻ, കത്തോലിക്ക തിരുസഭയുടെ ഇഷ്ടം നിറവേറ്റുവാൻ സഭയിലെ സഭാ സിനഡ് മെത്രാന്മാർ മുൻപോട്ട് വന്നുകൊണ്ട് ഈ വരുന്ന 3-ാം തീയതി ജൂലൈ 3-ന് ദുഃഖറാന തിരുനാൾ ദിവസം എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ ഏകീകൃത ബലിയർപ്പണം അർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ തുടക്കത്തിന് കാരണമാകുവാൻ, തുടക്കം കുറിക്കുവാൻ സിനഡിലെ മെത്രാന്മാർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജൂലൈ 3-ാം തീയതി എറണാകുളത്തെ വിശ്വാസികൾ നടത്തുവാൻ പോകുന്ന ഐക്യദാർഢ്യ റാലി വളരെ വിജയകരമായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ പ്രോഗ്രാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.